ചെറുപ്പത്തിൽ സംസാരത്തിന് കുറവുണ്ട്. ഞങ്ങൾ 3 ഓപ്പറേഷൻ കഴിഞ്ഞാണ് അവസാനിക്കുക. ചിരട്ടയ്ക്കും അണ്ണാക്കിനും തൊണ്ടയ്ക്കും. പക്ഷെ അവളെ ഇഷ്ടപ്പെട്ടൊരു പയ്യനാണ് വിവാഹം കഴിച്ചത്. എങ്കിലും ഇപ്പോൾ 2 കുട്ടികളുണ്ടായി ഈ ആശുപത്രിയിൽ വന്നു. അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒന്നേന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പേടിച്ചു. പക്ഷെ നമ്മുടെ സിൻസില ഡോക്ടറുടെ മുറിയിലാണ് ചെല്ലുമ്പോൾ എൻ്റെ എല്ലാ ടെൻഷനും മാറി. ആ ഒരു ചിരിയും ആ ഒരു വർത്താനം കേൾക്കുമ്പോൾ പലതും ടെൻഷൻ പിടിച്ച് ഞാൻ മുറിയിൽ ചെല്ലാറ്. പക്ഷെ എനിക്ക് ആ മുറിയിലാണ് കടന്ന് ചിരി കാണുമ്പോൾ എൻ്റെ എല്ലാം മാറി. അപ്പം എൻ്റെ മകൾക്ക് അവൾക്ക് 3 ഓപ്പറേഷൻ കഴിഞ്ഞാലും അവിടെ 2 പ്രസവം നോർമലായിരുന്നു. ഇപ്പോൾ ഒരു മൂത്ത കുട്ടിയാണിത്, 2ാമത്തെ ആൺകുട്ടി. അവരുടെ കാലിന് ചെറിയ 2 കാലിനും വളവുണ്ട്. ഇന്ന് ഞങ്ങൾ ജൂബിലി പോയേക്കായിരുന്നു. പ്രസവിച്ച് ഇവിടുന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി ജൂബിലി പോയി. അവിടെ നിന്ന് തുടങ്ങി 16 ദിവസം പ്ലാസ്റ്റർ ഇടും, വെട്ടും, പിന്നെ ഇടും. പിന്നും പോയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഓർമ്മ 18-ാം തീയതിയാണ് ഓർമ്മ. അവൾ പറഞ്ഞല്ല ഇന്ന് 14-ാം തീയതിയാണ്. നമുക്ക് എന്തായാലും പോകണം എന്ന് പറഞ്ഞപ്പോൾ ജൂബിലി പോയി വന്ന വഴി ഞങ്ങൾ സിസ്റ്റീനെ വിളിച്ചു, മിനി സിസ്റ്റീന്. അപ്പോൾ ഇന്നാണ് 4:30 ആകുമ്പോഴേക്കും എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ഞങ്ങൾ ഒത്തിരി ഭക്ഷണം കഴിച്ച് വേഗം പോന്നു. ജൂബിലി പോയി വന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അത് ഈ ആസ്പത്രിയുടെ പടിക്ക് വരുമ്പോഴായിരുന്നു നമുക്ക് ആർക്കായാലും ഒന്നും തന്നെ ഇനി പറയാൻ ഈ ഒരു കാര്യത്തിൽ നമുക്ക് എപ്പോഴും ആരും ഒരു പേടി കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുവിധ കുഴപ്പങ്ങളില്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് എല്ലാവിധ മാതാവിൻ്റെ ആയാലും എല്ലാവരുടെ സഹായം കൊണ്ടും ഡോക്ടേഴ്സിൻ്റെ ആയാലും കുട്ടികളുടെ ഡോക്ടർമാരായാലും സിസ്റ്റേഴ്സായാലും എല്ലാവരും നല്ല നമുക്ക് സഹായമുള്ളൊരു ആസ്പത്രിയാണ്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ മൂത്ത മോൾ ആദ്യത്തെ പ്രസവം ഫിൻഡോ ഡോക്ടറാണ് എടുത്തത്. അതിവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ സമയത്ത് 2ാമത്തെ പ്രസവം തൃപ്പൂണിത്തുറ ദേവി ആസ്പത്രിയിലായിരുന്നു. അവിടെ പ്രസവത്തിൻ്റെ സമയം ആവണേക്ക് 2 ആഴ്ച മുമ്പ് ഒരു തലവേദന തുടങ്ങി ചെന്നപ്പോൾ തന്നെ പറഞ്ഞു പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവർ ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് കുട്ടിയുടെ നോർമൽ പ്രഷർ ഒട്ടും നിൽക്കണില്ല. അപ്പോൾ അവർ പറഞ്ഞു ലക്ഷോറിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. തൃപ്പൂണിത്തുറയുടെ അടുത്ത് കിടക്കുന്ന ആസ്പത്രിയാണ് ഈ ലക്ഷോർ. നമുക്ക് ലക്ഷോർ എന്ന് പറയുമ്പോൾ പേടിയാണ്. ആ മുറ്റത്തും കൂടി ചെല്ലാനുള്ള കഴിവ് എനിക്കില്ല. ഞാൻ 10 ദിവസം ലക്ഷോറിൽ നിന്നൊരു ജീവിതം ഞാൻ ഓർത്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ ആസ്പത്രി നമുക്ക് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഈ 2 വാക്ക് എല്ലാവരോടും പറയണമെന്ന് എൻ്റെ ഒരു മനസ്സിൽ വിധിക്കായിരുന്നു അങ്ങനെ പറയുന്നത്. അപ്പം എനിക്ക് ഒരു വരി പാട്ടും പാടാനായിട്ട് അമ്മയാകാനതി മോഹം ഉമ്മ വയ്ക്കാനതി ദാഹം താരാട്ടു പാടുവാൻ എന്തു മോഹം താളം പിടിക്കുവാനായി എന്തു ദാഹം എന്തു ദാഹം എന്തു മോഹം അമ്മയാകാനതി മോഹം ഉമ്മ വയ്ക്കാനതി ദാഹം താരാട്ടു പാടുവാൻ എന്തു മോഹം താളം പിടിക്കുവാനായി എന്തു